ഹായ്, പാചകത്തട്ടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അടപ്രഥമൻ്റെ റെസിപ്പിയാണ് ഉള്ളത്. കുറച്ച് യാത്രകളും ഇന്ന് എല്ലാവരും കൂടെ രണ്ടാമത്തെ കുഞ്ഞുമ്മയുടെ വീട്ടിൽ ഒത്തുകൂടിയ ദിവസമായിരുന്നു. നമുക്കന്നേരം പാചകത്തിലേക്ക് പോകാം. ഒരു ചട്ടി അടുപ്പി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്ത് നല്ലോണം കരിയരുതേ, മൂത്ത് വരുമ്പോഴത്തേക്ക് അത് മാറ്റി അതിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പ് മൂത്ത് വരുമ്പോഴത്തേക്ക് അതും എടുത്ത് മാറ്റി അതിലേക്ക് തന്നെ നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്ത് ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് അതും മൂത്ത് വരും. അതും മാറ്റി വെച്ചിട്ട് അതിന് ശേഷം ഒരു ചരുവെടുത്ത് അടുപ്പിച്ച് വെള്ളം നല്ലോണം വെട്ടിത്തിളപ്പിക്കുക. ആ വെട്ടിത്തിളപ്പിച്ചതിന് ശേഷം അതിനകത്തൊരു ഇത്തിരി നെയ്യും കൂടി ഒഴിച്ച് നമുക്ക് അട വേവിക്കാനായിട്ടിടാം. അട കട്ട പിടിക്കല്ലേ, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. അട വേവാനുള്ള അട വേവിച്ച് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അട വിട്ട് കിടക്കും. ആ ഒരു പാത്രത്തിലേക്ക് തന്നെ നമുക്ക് അടുത്ത വെള്ളം വെച്ച് ചവ്വരി വേവിക്കാനും കൂടെ വെക്കാം. ചവ്വരി വേവിച്ച് മാറ്റിയതിന് ശേഷം ഒരു ഉരുളി അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് നെയ്യ് ഒഴിക്കുക. ആവശ്യത്തിൽ കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല. ആ നെയ്യിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അടയിട്ട് അട നല്ലോണം വരട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനിയാച്ചിയതാണേ, അത് ഒഴിച്ചു കൊടുത്ത് അട നല്ലോണം ആ ശർക്കര പാനിയിൽ കിടന്ന് തന്നെ നല്ല വരണ്ട് വരണം. ആ വരണ്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് തേങ്ങാപ്പാലെല്ലാം പിഴിഞ്ഞ് മാറ്റി വെക്കാം. 2ാം പാല്, 1ാം പാല്, 3ാം പാലെന്നും പറഞ്ഞിട്ട് മാറ്റി വെക്കണം. 2 തേങ്ങയുടെ പാലാണ് എടുത്തത്. അതിൽ നമുക്ക് ശർക്കര ഈ അടയുമായിട്ട് വരണ്ടതിന് ശേഷം നമുക്ക് 3ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 3ാം പാൽ ഒഴിച്ച് നല്ല ഇളക്കി അത് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനിടയ്ക്ക് തന്നെ ചവ്വരി ചേർത്ത് കൊടുക്കണേ. ചവ്വരിയുടെ കാര്യം മറക്കല്ലേ. ചവ്വരി വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ആ സമയത്ത് തന്നെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് അല്പം പഞ്ചസാരയും ഏലക്കയും കൂടി ഇട്ട് പൊടിച്ചെടുക്കണം. പഞ്ചസാര ഇടുമ്പോഴത്തേക്ക് ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞ് വരുവേ. അതിനിടയ്ക്ക് നമ്മൾ 1ാം പാൽ, അതായത് തലപ്പാലും കൂടി ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത് ഇതും കൂടെ ഇട്ട് കൊടുക്കണേ. അവിടെ അട തയ്യാറായപ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരുന്നു, അത് കുടിച്ച് അതിനുശേഷം ചോറ്, ഇറച്ചിക്കറി, പരിപ്പ് കറി, ചീനി, ചീരത്തോരൻ ഇതെല്ലാം വിളമ്പി വെച്ചിരിക്കുകയാണേ. ഇനി എല്ലാവരും കാത്തിരിക്കുക ചോറ് കഴിക്കാനായിട്ട്. അച്ചാറും ഉണ്ടേ, മാങ്ങാച്ചാറാണേ. ഇന്ന് മട ആണ്ടായിരുന്നേ. ഇതിനിടയ്ക്ക് പപ്പടം വെച്ചില്ലായിരുന്നു. അന്നേരം പപ്പടം കൂടെ പൊരിച്ച് വെച്ച് പിന്നെ പായസവും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ചൂട് പോകാനായിട്ട്. അവിടെ ഓതലൊക്കെ കഴിഞ്ഞ് മാമിയാണ് ഓതിയേ. മാമി ഓതി തീർന്നപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ചോറ് വിളമ്പി. ചോറ് കഴിച്ചതിന് ശേഷം നമ്മൾ ചായയൊക്കെ കുടിച്ച് വൈകുന്നേരം ആയപ്പം കുഞ്ഞായ കൊണ്ടാക്കാനായിട്ട് പോവുകയാണേ. പായസത്തിൻ്റെ റെസിപ്പി കുഞ്ഞാടെയാണേ. കുഞ്ഞ് നല്ല കുക്കാണേ, നല്ലോണം പായസമൊക്കെ വെക്കും. അത് കഴിഞ്ഞ് പരവൂരോട്ട് പോവുകയാണ്. പരവൂരാണ് കുഞ്ഞാടെ വീട്. പരവൂർ ഈ സ്ഥലമൊക്കെ കണ്ടാൽ മനസ്സിലാവുന്നവരൊക്കെ കാണുമായിരിക്കില്ലേ ഈ വീഡിയോയിൽ. അവിടെയൊക്കെ ഉള്ളവർ കാണുമായിരിക്കും, കാണുന്നവർ. പരവൂർ മണിയംകുളം പാലത്തിൻ്റെ അടുത്തുനിന്ന് ഇടത്തോട്ടാണ് വീട്ടിലോട്ട് പോണ വഴി. ആ വഴി കുറച്ച് ദൂരം ചെല്ലുമ്പോഴത്തേക്ക് വീട്ടിലോട്ട് കയറി പോകുന്ന ചെറിയൊരു ഇടവഴിയുണ്ട്. ആ വഴി കൂടെ വണ്ടി പോണ വഴിയാണേ. ആ വഴി കൂടെ നേരെ കൊണ്ടുവന്ന് കുഞ്ഞായ പരവൂരും തട്ടി.